കലിപ്പന്റെ കാന്താരി. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. തൃശൂർ ഗവൺമെന്റ് കോളേജിന്റെ ആൽമരച്ചോട്ടിൽ എപ്പോഴും ഒരു കാറ്റ് വീശാറുണ്ട്. എന്നാൽ മെക്കാനിക്കൽ ബ്ലോക്കിൽ നിന്ന് 6 അടി പൊക്കത്തിൽ കട്ടത്താടിയും ഒതുക്കി വെട്ടിയ മുടിയുമായി ശിവേന്ദ്രൻ നടന്നു വരുമ്പോൾ അവിടെ വീശുന്നത് കാറ്റല്ല, ഒരു കൊടുങ്കാറ്റാണെന്ന് ക്യാമ്പസിലെ പിള്ളേർ പറയും. ശിവൻ അഥവാ ശിവ കോളേജിലെ അവസാന വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥി. ക്യാമ്പസിലെ സകല അടിപിടിക്ക് മുന്നിൽ നിൽക്കുന്ന കലിപ്പൻ. അവന്റെ മുഖത്ത് എപ്പോഴും ഒരു ഗൗരവമുണ്ട്. എടാ ശിവൻ, ഇന്നലെ നമ്മൾ കളിച്ച കൊമേഴ്സിലെ പിള്ളേരെ എഞ്ചിന് മാറ്റി വെച്ചിട്ടുണ്ട്. ശിവന്റെ നിഴൽ പോലെ കൂടെയുള്ള ചങ്ക് ബോബൻ ആവേശം കയറ്റി. അടിയെന്ന് കേട്ടാൽ ബോബന് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അടി തുടങ്ങുമ്പോൾ പുള്ളി ഏതെങ്കിലും മരത്തിന്റെ പുറകിലും കാണും. ശിവനൊന്നും മിണ്ടാതെ ബോബനെ നോക്കി. ആ ഒറ്റ നോട്ടത്തിൽ ബോബൻ സൈലന്റായി. അതേസമയം ഇപ്പുറത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബ്ലോക്കിന്റെ ഇടനാഴിയിലൂടെ ചുരിദാറിന്റെ തുമ്പം പിടിച്ച് ഇന്നലെ പെയ്ത മഴവെള്ളം തെറിപ്പിച്ചുകൊണ്ട് പാർവതി നടന്നു വരുന്നുണ്ടായിരുന്നു. ക്യാമ്പസിലെ ഒരേ ഒരു കാന്താരി, വായാടി, വികൃതി, തക്കം കിട്ടിയാൽ ആരെയും വട്ടുപിടിപ്പിക്കുന്ന ടൈപ്പ്. കൂടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ജിൻസിയുണ്ട്. എടി പാറു, നീ അറിഞ്ഞോ മെക്കാനിക്കൽ ആ ഹിറ്റ്ലർ ശിവൻ ഇന്ന് ക്യാൻറ്റീനിൽ വരുന്നുണ്ടത്, നീ അങ്ങോട്ട് പോകണ്ട കേട്ടോ, ജിൻസി പേടിയോടെ പറഞ്ഞു. ഓ, ഒരു ശിവൻ വരുന്നുണ്ടി, വന്ന് ചായ കുടിച്ചിട്ട് പോടി. ഈ പാർവതിക്കാരെയും പേടിയില്ല. പാറു തന്നെ നീളമുള്ള മുടി പുറകോട്ടേക്ക് ഒതുക്കി എറിഞ്ഞുകൊണ്ട് തലയുയർത്തി പറഞ്ഞു. ക്യാൻറ്റീനിൽ നല്ല തിരക്കായിരുന്നു. ശിവനും ബോബനും ഒരു മേശയ്ക്ക് ചുറ്റി ഇരിക്കുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ മസാല ദോശയുമായി ക്യാൻറ്റീൻ ചേട്ടൻ വരുന്ന ശിവൻ കണ്ടത്. ശിവൻ അതിലേക്ക് കൈ നീട്ടിയതും എവിടുന്നോ പാഞ്ഞു വന്ന ഒരു കുഞ്ഞു കൈ ആ പ്ലേറ്റ് തട്ടിയെടുത്തൊരു ഒറ്റ ഓട്ടമായിരുന്നു. ആനൊന്നും ഞെട്ടി. അത് പാറുവായിരുന്നു. ഈ പാർവതി! ശിവന്റെ ഗർജനം ക്യാൻറ്റീനിൽ മുഴങ്ങി. അവൻ എഴുന്നേറ്റു. എന്താടാ ശിവേന്ദ്ര, ഒച്ച വെക്കാതെ. ആദ്യം വന്നവർക്ക് ആദ്യം നില പ്രമാണം. വേണമെങ്കിൽ ഇന്നൊരു കഷ്ണം തരാം. പാറു ഒട്ടും കൂസാതെ നാവ് നീട്ടി കാണിച്ചു. ഡീ, എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. ശിവൻ പല്ലെറിഞ്ഞു. തൊട്ടപ്പുറത്തെ മേശയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ ജനാർദ്ദൻ സാർ ഇതുകൊണ്ട് എഴുന്നേറ്റ് വന്നു. കയ്യിലെ പേപ്പർ റോൾ ചെയ്ത് ശിവന്റെ നെഞ്ചത്തൊരു അടി കൊടുത്തു. എടാ ശിവേന്ദ്ര, ഈ കോളേജിന്റെ മതിൽ തറക്കാൻ നടക്കുന്ന നിന്റെ ഈ കലിപ്പില്ലേ, അത് എന്റെ ക്ലാസ്സിലെടുത്ത ഈ ക്യാമ്പസിന്റെ പടി നീ കാണില്ല. ഓർത്തോ, ഒരു പെൺകുട്ടിയോടാണോടാ തല്ലുകൂടുന്നത്. ജനാർദ്ദൻ സാറിന്റെ ശബ്ദം കേട്ടതും ശിവൻ പതുക്കെ തലതാഴ്ത്തി. അതേസമയം പാറുവിന് സപ്പോർട്ടുമായി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ സൂസമ്മ മാം അങ്ങോട്ട് വില്ലെത്തിയായി എൻട്രി തന്നു. കണ്ണട മൂക്കിൻ തുമ്പത്തേക്ക് വെച്ച് അവർ പാറുവിനെ നോക്കി. പാർവതി, ഷേക്സ്പിയർ സാഹിത്യം പഠിക്കാൻ വന്ന നിന്റെ ഈ കുറുമ്പും വികൃതിയുണ്ടല്ലോ, അതാ മെക്കാനിക്കൽ പിള്ളേരുടെ അടുത്ത് മതി. എന്റെ ക്ലാസ്സിൽ അച്ചടക്കം വേണം. നടക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക്. അങ്ങനെ സാറുമാരുടെ ഇടപെടലിൽ അന്നത്തെ യുദ്ധം അവസാനിച്ചെങ്കിലും ശിവന്റെ മനസ്സിൽ പ്രതികാരക്കനൽ എരിഞ്ഞു. എന്നാൽ പാറുവിന്റെ മനസ്സിൽ മറ്റൊരു വികൃതി ബുദ്ധിയാണ് ഉദിച്ച്. എടി ജിൻസി, ആ ശിവന്റെ ഈ കട്ടക്കളിപ്പിനിക്കൊന്ന് തല്ലിപ്പൊളിക്കണം. അവനെ കൊണ്ട് ഈ പാറുവിന്റെ പുറകെ നടത്തിക്കണം. പിറ്റേന്ന് കോളേജ് ലൈബ്രറിയുടെ പുറകിൽ നിന്ന് പാറു തന്നെ പ്ലാൻ വെളിപ്പെടുത്തി. നീ ഇതെന്ത് പണ്ടാരി പറയുന്നത്? അവൻ നിന്നെ തല്ലിക്കൊല്ലു. കൊല്ലില്ലടി, അവനെ ഞാൻ പ്രേമിക്കാൻ പോവാ. ഈ കാന്താരി വിചാരിച്ചാലേ ആ കരിപ്പം പൂച്ചക്കുട്ടി പോലെ എന്റെ കുപ്പിയിലാവും. നോയിക്കോ നീ. അന്നു മുതൽ പാറു കളം മാറ്റി ചവിട്ടി. ശിവൻ എവിടെയുണ്ടോ അവിടെയെല്ലാം പാറു ഹാജരായി. വൈകുന്നേരം ശിവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ പാറു വഴിയിൽ കാത്തു നിൽക്കും. എന്താണ് ശിവേട്ടൊരു ഗൗരവം? രാവിലെ ചായ കുടിച്ചില്ലേ? പാറു കണ്ണുരുട്ടി നോക്കുന്ന ശിവനെ നോക്കി കണ്ണിച്ചിമ്മി ചോദിച്ചു. വഴിമാറിക്ക് പാർവതി, എനിക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ല. അയ്യോ, സമയമില്ലേ, നമുക്ക് സമയം ഉണ്ടാക്കാം. നമുക്കൊന്ന് പ്രേമിച്ചാലോ? പ്രേമിക്കാൻ പറ്റിയൊരു സാധനം മാറിക്കിടി. ഒരു ദിവസം ജനാർദ്ദൻ സാറിന്റെ കൺമുമ്പിൽ വെച്ച് പാറു ശിവനെ കത്ത് നീട്ടി. സാർ അത് കണ്ടു. എന്താണ് ഇവിടെ നടക്കുന്നത്? ജനാർദ്ദൻ സാർ ഗർജിച്ചു. അയ്യോ സാർ, ഇത് ശിവേട്ടന് ഞാൻ കൊടുത്തൊരു കവിതയാ, സാർ വായിച്ചു നോക്കിയേ. പാർവതി 2 ഘട്ട കൂട്ടിയിട്ട് നാണത്തോടെ പറഞ്ഞു. പിന്നെ പ്രണയലേഖനം വായിക്കുന്ന ആൾ എന്റെ പണി. ജനാർദ്ദൻ സാർ കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. എന്റെ ഭാര്യയ്ക്ക് വരെ ഒരു പ്രണയലേഖനം എഴുതാത്ത ഞാനാ നിന്റെയൊക്കെ പ്രണയലേഖനം വായിക്കുന്നത്. പ്ലീസ് സർ, ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് സാറ് പറ എനിക്ക് ഭാവിയുണ്ടോന്ന്. പാർവതി പറഞ്ഞു നിർത്തി. സാർ അത് വാങ്ങി വായിക്കുകയും ചെയ്തു. കരിനീല കണ്ണുള്ള കലിപ്പന് നിന്റെ താടിയുടെ ഭംഗിയിലാണ് എന്റെ മനസ്സുടക്കിയത്. ഒന്നുമില്ലേലും നമ്മളെന്നും വഴക്കിടുന്നല്ലേ, അതുകൊണ്ട് ഈ പ്രണയം ഞാൻ അങ്ങോട്ട് ഊട്ടി ഉറപ്പിച്ചു എന്ന് സ്വന്തം പാറു. വായിച്ചു കഴിഞ്ഞതും ജനാർദ്ദൻ സാർ കണ്ണടൂരി ശിവനെ നോക്കി. എടാ ശിവേന്ദ്ര, നീ അടിയുണ്ടാക്കാൻ മാത്രമല്ല പ്രേമിക്കാനും മിടുക്കനാണല്ലേ. നാളെ 2 പേരും രക്ഷിതാക്കളെയും കൂട്ടി എന്റെ ക്യാബിലേക്ക് വരണം. സാറ് ദേഷ്യത്തോടെ നടന്നുപോയി. ശിവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ പാറുവിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ കൈത്തണ്ടയിൽ ദേഷ്യത്തോടെ പിടിച്ചു. എന്താണ് നിന്റെ വിചാരം? കളിയാക്കിയാണോ നീനെ? പാറു പേടിച്ചതേയില്ല. അവൾ ശിവന്റെ നെഞ്ചിലേക്ക് ചൂണ്ടുകൾ വെച്ച് അവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി പറഞ്ഞു. കളിയല്ല ശിവേട്ട, കാര്യം തന്നെയാ. എന്നെ പേടിയാണെങ്കിൽ ഓടിക്കോ, ഇല്ലെങ്കിൽ പാർവതിയുടെ പ്രണയം സ്വീകരിക്കേണ്ടി വരും. അവളുടെ ആ കോൺഫിഡൻസും ആ വലിയ കണ്ണുകളിലെ തിളക്കവും കണ്ട് ശിവൻ ആദ്യമായി ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. അവന്റെ നെഞ്ചിരിപ്പ് ആദ്യമായി താളം തെറ്റുന്ന അവൻ അറിഞ്ഞു. എങ്കിലും കലിപ്പലൊക്കെ വിടാതെ അവൻ അവളുടെ കൈ പിടിച്ച് വേഗത്തിൽ നടന്നുപോയി. പക്ഷേ വീതി അവർക്കായി കാത്തുവെച്ചിരുന്ന വലിയൊരു പരീക്ഷണമായിരുന്നു. ജനാർദ്ദൻ സാറിന്റെ റൂമിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും ശിവന്റെ ഉള്ളിൽ പാറു പറഞ്ഞ ഡയലോഗ് റീവെന്റ് ചെയ്ത് അടിക്കുന്നുണ്ടായിരുന്നു. എന്നെ പേടിയാണെങ്കിൽ ഓടിക്കോ. കോളേജിലെ ഒരു പെൺപിള്ളേരും തന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ശിവൻ ബൈക്കിൽ നിന്ന് ആലോചനയിൽ മുഴുകിയപ്പോൾ പുറകിൽ നിന്ന് ബോബൻ വന്ന് തട്ടി. ഡാ ശിവൻ, ആ പാറുകുച്ചിന് അതിന് സമ്മതിക്കണം കേട്ടോ. നിന്റെ കലിപ്പലുക്ക് കണ്ട് ഡിപ്പാർട്ട്മെന്റിലെ പൂച്ചകൾ പോലും വഴിമാറി ഓടാറുണ്ട്. അങ്ങനെയുള്ളപ്പോഴാ അവൾ വന്ന് നിന്നെ നെഞ്ചത്ത് വിരൽ ചൂണ്ടി പ്രേമം പ്രഖ്യാപിച്ച്. നീ തോറ്റുപോയി ശിവ.
ബോബൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീയൊന്നും മിണ്ടായിരിക്കണ ബോബ. ശിവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവന്റെ ചുണ്ടിൽ അറിയാതെ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. കോളേജിലെ ഏറ്റവും വലിയ ആഘോഷമായ കോളേജ് ഡേ വന്നെത്തി. ക്യാമ്പസ് മുഴുവൻ തോരണങ്ങളും ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള മത്സരങ്ങളും ബഹളങ്ങളും കൊണ്ട് കോളേജ് പൂരപ്പറമ്പായി മാറി. വൈകുന്നേരം പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം പിരിഞ്ഞു തുടങ്ങിയിരുന്നു. ഡെക്കറേഷൻ സാധനങ്ങളും മറ്റും തിരികെ റൂമിലേക്ക് മാറ്റാൻ പാറുവും ജിൻസിയും കുറച്ച് പെൺകുട്ടികളും മെയിൻ ബ്ലോക്കിൽ ബാക്കിയുണ്ടായിരുന്നു. ശിവനും ബോബനും കുറച്ചകലെയുള്ള ആൽമരച്ചൂട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് കോളേജിന് പുറത്തുള്ള ചില തല്ലിപ്പൊളി ഗുണ്ടകൾ ബൈക്കുള്ളിൽ ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കയറിയത്. ബഹളം കേട്ട് പാറുവും കൂട്ടുകാരും നോക്കി. മദ്യപിച്ച് ലക്കില്ലാതെ വന്നവർ പെൺകുട്ടികളോട് വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. എന്താടേ എല്ലാവരും പോയോ? നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ഒരുത്തൻ പാറുവിന്റെ അടുത്തേക്ക് വന്നൊരു വഷളം ചിരിയോടെ അവളുടെ ദേഹമാസകലം കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. ജിൻസി പേടിച്ച് പാറുവിന്റെ പുറകിൽ ഒളിച്ചു. എന്നാൽ നമ്മുടെ കാന്താരി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മര്യാദയ്ക്കൊന്ന് ഇറങ്ങിപ്പോണം, ഇത് ഗവൺമെന്റ് കോളേജാ, നിന്റെ ഒന്നും തറവാടല്ല. പാറു ഉറക്കി വിളിച്ചു പറഞ്ഞു. അതാ ഗുണ്ടകളെ ചൊടിപ്പിച്ചു. കൂടുതൽ ഷൈൻ ചെയ്യലടി കൊച്ചേ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ അവിടെ കൈ കയറി പിടിക്കാനാഞ്ഞതും ക്യാമ്പസ് മുഴുവൻ നടക്കുന്ന തരത്തിലൊരു ഗർജനം കേട്ടു. ശിവൻ അങ്ങോട്ട് പാഞ്ഞു വന്നു. പാറുവിന്റെ കയ്യിൽ പിടിക്കാനാഞ്ഞവന്റെ മുഖത്ത് ശിവന്റെ കനത്ത കൈ പതിച്ചു. അത് ദൂരേക്ക് തെറിച്ചു വീണു. എന്റെ ക്യാമ്പസിലെ പിള്ളേരുടെ ദേഹത്ത് കൈവെക്കാൻ നിനക്കൊക്കെ അത്രയ്ക്ക് ധൈര്യമായോടാ. പിന്നെ അവിടെ നടന്നൊരു കൂട്ടപ്പൊരിച്ചിലായിരുന്നു. ശിവൻ ഒറ്റക്കാ 4-5 പേരെയും നേരിട്ടു. ബോബൻ ദൂരെ നിന്നൊരു വടിയും പിടിച്ച് അടിക്കടാ ശിവ, കൊല്ലടാവന്മാരെന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. ശിവന്റെ തലകൊണ്ട് ഗുണ്ടകൾ നിലംപരിച്ചായി. എന്നാൽ അതിനിടയിൽ താഴെ വീണ് കിടന്ന ഒരുത്തം വലിപ്പമുള്ളൊരു മരകൃഷ്ണം എടുത്ത് ശിവന്റെ തലക്ക് പിന്നിൽ ഒരു അടിയായിരുന്നു. ശിവൻ ഒരു നിമിഷം സ്തബ്ധരായി നിന്നു. തലയിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങി അവന്റെ ഷർട്ടിലേക്ക് പടർന്നു. ബോധം മറിഞ്ഞ് അവൻ നിലത്തേക്ക് വീണു. ഗുണ്ടകൾ പേടിച്ച് ബൈക്കിലും എടുത്തവിടുന്ന് പാഞ്ഞു. ശിവേട്ടാ! പാറുവിന്റെ ഉള്ളുപിടയിൽ നിലവിളി ആ ക്യാമ്പസിൽ മുഴങ്ങി. അവൾ ഓടിച്ചെന്ന് നിലത്തിടുന്ന ശിവന്റെ തല തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. അവളുടെ കൈകൾ അവന്റെ ചോരയിൽ മുങ്ങി. ശിവേട്ട കണ്ണൂർക്ക്, ജിൻസി, ബോബേട്ട, ആരെങ്കിലും ഒന്ന് വരണേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. പാറു നിയന്ത്രണം വിട്ട് കരയാൻ തുടങ്ങി. എപ്പോഴും തള്ളികൂടി നടന്നിരുന്ന ആ കലിപ്പൻ തന്റെ മുന്നിൽ ചോരയിൽ കുളിച്ചെടുക്കുന്ന കണ്ടപ്പോൾ അവളുടെ ലോകം നിലച്ചു പോയതുപോലെ തോന്നി. അവളുടെ കണ്ണീർ തുള്ളികൾ ശിവന്റെ മുഖത്തേക്ക് ഇറ്റു വീണു. അന്ന് കോളേജ് ഡേയുടെ അന്ന് രാത്രി ക്യാമ്പസ് ഒരു യുദ്ധക്കളമായി മാറിയിരുന്നു. തലയ്ക്ക് കനത്തടിയേറ്റ് ചോര ഒലിപ്പിച്ചുകൊണ്ട് ശിവൻ ബോധരഹിതനായി വീണപ്പോൾ ആ ഗുണ്ടകൾ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയില്ല. മറിച്ച് അവരുടെ നേതാവായ റൗഡി നിലവിളിച്ചുകൊണ്ട് ശിവന്റെ മുകളിലേക്ക് വീണ പാറുവിന്റെ കൈകളിൽ ബലമായി പിടിച്ചു വലിച്ചു. എടി കാന്താരി, നിനക്ക് ഇവന്റെ കൂടെ വല്ലാതെങ്കിൽ ഷൈൻ ചെയ്യണല്ലേ, വാടി ഞങ്ങളുടെ കൂടെ. അവൻ പാറുവിനെ വലിച്ചെടുക്കാൻ തുടങ്ങി. വീട്ടാ വീട്ടാ, ശിവേട്ട കണ്ണൂർക്ക്, ശിവേട്ട. പാറു തന്നെ സർവ്വശക്തി എടുത്ത് കുതിരിമാറാൻ നോക്കി. അവളുടെ നഖങ്ങൾ അവന്റെ മുഖത്ത് ആഴ്ന്നിറങ്ങി. ദേഷ്യം വന്ന കൊണ്ട് പാറുവിന്റെ കവിളിൽ ആഞ്ഞടിച്ചു. അവൾ തെറിച്ച് റോഡിലേക്ക് വീണു. അവളുടെ കൈകളും കാൽമുട്ടും പൊട്ടി ചോര വരാൻ തുടങ്ങി. ജിൻസിയും ബോബനും ദൂരെ നിന്ന് സഹായത്തിനായി നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രാത്രിയായതിനാൽ ആ ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല. പാറു നിലത്തിടന്ന് ചോരയൊലിപ്പിച്ചെടുക്കുന്ന ശിവനെ നോക്കി. അവളുടെ ഉള്ളിൽ ഭയം മാറി ഒരു തീ പടർന്നു. അവൾ പിച്ചക്കാരെ പോലെ നിലവിളിച്ചില്ല. പകരം ആ പീക്കിൽ അവർ ഇമോഷനിൽ അവൾ ഒരൊറ്റ എഴുന്നേൽക്കലായിരുന്നു. തറയിൽ കിടന്ന ഒരു ഇരുമ്പ് പൈപ്പ് കഷ്ടമെടുത്ത് അവൾ ആ ഗുണ്ടയുടെ നേരെ പാഞ്ഞു എന്നു. എന്റെ ശിവേന്റെ ദേഹത്ത് കൈവച്ച് നിന്ന് ഞാൻ ജീവനോടെ വിടില്ലടാ. പാറുവിന്റെ അലർച്ച ഒരു ഭദ്രകാളിയെ പോലെയായിരുന്നു. അവൾ ആ പൈപ്പ് കൊണ്ട് അവന്റെ തോളിലേക്ക് ആഞ്ഞടിച്ചു. അവൻ വേദന കൊണ്ട് പൊളഞ്ഞു. എന്നാൽ മറ്റൊരുത്തൻ പുറകിൽ നിന്ന് വന്ന് പാറുവിനെ തള്ളി താഴെയിട്ടു. അവളുടെ തലയിലിടിച്ച് ബോധം മറിയാൻ തുടങ്ങി. അവൾ പതുക്കെ കണ്ണടയുമ്പോൾ കണ്ടത് ആ റൗഡി ഒരു വലിയ കല്ലും തൂക്കി പാറുവിന്റെ തലക്ക് നേരെ നടന്നു വരുന്നതാണ്. ഒരു കാറ്റ് വീശിയതുപോലെ അടുത്ത നിമിഷം ആ കല്ലുമായി നിന്നവന്റെ കൈ ഒടിഞ്ഞു തൂങ്ങുന്ന ശബ്ദമാണ് കേട്ടത്. ചോരയിൽ കുളിച്ചു കിടന്ന ശിവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. തന്റെ പാറുവിന്റെ നിലവിളിയും അവളുടെ മേലാവന്മാർ കൈവച്ചതും ശിവന്റെ ഉള്ളിലെ മൃഗത്തെ ഉണർത്തിയിരുന്നു. തലയിൽ നിന്ന് ഒളിച്ചിറങ്ങിയ ചോര അവന്റെ വലത് കണ്ണിലൂടെ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ആ ഒരു കണ്ണിൽ മരണത്തിന്റെ ഭയപ്പെടുത്തുന്ന നോട്ടമായിരുന്നു. എന്റെ പെണ്ണിനെയാണടാ നീയൊക്കെ തൊട്ടത്. ശിവന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ മുഴങ്ങി. പിന്നെ അവിടെ നടന്ന് വെറുമൊരു തല്ലല്ലായിരുന്നു, അതൊരു വേട്ടയായിരുന്നു. ശിവൻ അവന്മാരെ എടുത്തെറിഞ്ഞു. ഒരുത്തന്റെ ഇല്ലുകൾ ബാക്കിയുണ്ടായിരുന്നില്ല. അവസാനത്ത് ആളുടെ നെഞ്ചത്ത് ചവിട്ടി പിടിച്ച് ശിവൻ ഉറക്കെ ഗർജിച്ചു. അവന്മാർ ചോര തുപ്പി. അടി കഴിഞ്ഞവൻ ശിവന്റെ ശരീരം തളർന്നു. അവൻ മുട്ടൂത്തി പാറുവിന്റെ അരിയിലേക്ക് വീണു. ബോധം മറിയുന്നതിന് മുമ്പ് പാറു പതുക്കെ കണ്ണുകൾ തുറന്നു. മുന്നിൽ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന എന്റെ ശിവേട്ടൻ. പാറു. ശിവൻ പതുക്കെ അവളുടെ മുഖത്ത് കൈവച്ചു. ശിവേട്ട പതിയെ വിളിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു. ഏയ് പാറു, കണ്ണൂർക്ക്, നിന്റെ ശിവേട്ടനാടി. കാന്താരി എനിക്കൊന്നും പറ്റിയിട്ടില്ല, അത് നോക്ക്. മോളെ പാറു. രണ്ടുപേരും ചോരയിലും കണ്ണീരിലും കുളിച്ച് ആ ക്യാമ്പസ് റോഡിൽ കെട്ടിപ്പിടിച്ച് കിടന്നു. ആ കാഴ്ച കണ്ടുന്ന ബോബന്റെയും ജെൻസിയുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. ആ സംഭവത്തിന് ശേഷം 1 മാസം കഴിഞ്ഞാൽ രണ്ടുപേരും കോളേജിലേക്ക് തിരിച്ചെത്തിയത്. അന്ന് രാവിലെ കോളേജിൽ കയറ്റി കിടന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. ശിവന്റെ വലതയിൽ ബാൻഡേജ് ഉണ്ടായിരുന്നു. പാറുവിന്റെ നെറ്റിയിലും ഒരു ചെറിയ പ്ലാസ്റ്റർ. പക്ഷെ അവരുടെ മുഖത്തുണ്ടായിരുന്ന പ്രണയത്തിന്റെ തിളക്കം ക്യാമ്പസിലെ സകല പിള്ളേരെയും കൊതിപ്പിക്കുന്നതായിരുന്നു. എപ്പോഴും വഴക്കിട്ടിരുന്ന ടോം ആൻഡ് ജെറി ജോഡി ഇന്ന് ഒരുമിച്ച് നടന്നു വരുന്ന കണ്ട് പിള്ളേരെല്ലാം വഴിമാറിക്കൊടുത്തു.
ശിവൻ ഒരു കസേര വലിച്ചിട്ട് പാറുവിനെ ഇരുത്തി. എന്നിട്ട് ക്യാൻറ്റീൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ 2 മസാല ദോശയും 2 സ്ട്രോങ് ചായ. എന്താ ശിവേട്ടാ, ഇന്ന് വഴക്കിടാൻ മൂടില്ലേ? ശിവൻ അവിടെ കൈകൾ മുറുക്കെ പിടിച്ചു. ഇനി ശിവേന്ദ്രന്റെ ജീവിതത്തിൽ വഴക്കിലിടി. ഈ കൈ ഞാൻ പിടിച്ചത് നിന്നെ എന്റെ നെഞ്ചോട് ചേർക്കാൻ വേണ്ടിയാ. നീ മണി കെട്ടിയ പൂച്ച ഇനി നിന്റെ കൂടെ കാണും. കേട്ടതും പാറുവിന്റെ കണ്ണു നിറഞ്ഞു. അവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ശിവന്റെ ഷർട്ടിൽ കൈമടക്കി പതുക്കെ പിടിച്ചു. സോറി ശിവേട്ടാ, ഞാൻ കാരണം. ശിവൻ അവളുടെ മുഖം കൈക്കുമ്പിൾ കോരിയെടുത്തോണ്ട് പറഞ്ഞു, എടി പൊട്ടി, നീ കാരണമൊന്നല്ല. അന്ന് നീ ചോദിച്ചില്ലേ നമുക്കൊന്ന് പ്രേമിച്ചാലോ? അന്ന് ഞാൻ മറുപടി പറഞ്ഞില്ല. ഇപ്പൊ പറയാം, എനിക്ക് സമ്മതാടി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രൊഫസർ ജനാർദ്ദൻ സാറും സൂസമ്മ മാം വരുന്നു. രണ്ടുപേരുടെയും മുഖത്ത് ദേഷ്യത്തിന് പകരം ഒരു വലിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ജനാർദ്ദൻ സാറ് ശിവന്റെ തോളിൽ തട്ടി. എടാ ശിവേന്ദ്ര, നിന്റെ കാലിപ്പോടി ഇവിടെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ നീ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ. നീ ഒരു 1.5 മെക്കാനിക്കൽ സ്റ്റുഡന്റ് തന്നെയാണ്. അത് കേട്ട് സൂസമ്മ മാം പാർവതിന്റെ തലയിൽ തലോടി. പാർവതി, റോമിയോ ആൻഡ് ജൂലിയറ്റിലെ കഥകളൊക്കെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പ്രണയത്തിന് വേണ്ടി ഒരു കാന്താരി പത്രകാളിയാവുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മിടുക്കി. ജനാർദ്ദൻ സാറും സൂസമ്മയുടെ അനുഗ്രഹിച്ച് നടന്നു പോകുമ്പോൾ ക്യാൻറ്റീൻ മുഴുവൻ കയ്യടികളാൽ മുഖരിതമായി. അന്ന് വൈകുന്നേരം കോളേജ് വിട്ടപ്പോൾ ശിവന്റെ ബൈക്കിന്റെ പിറകിൽ അവന്റെ അരിയിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിൽ തലവെച്ച് പാറു ഇരുന്നു. ബൈക്കിന്റെ മിററിലൂടെ ശിവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. ആൽമരച്ചുവട്ടിലെ കാറ്റ് അവർക്ക് ചുറ്റും പ്രണയത്തിന്റെ പുതുമണം പരത്തിക്കൊണ്ട് വീശിയടിക്കുന്നുണ്ടായിരുന്നു. അതെ, ആ ക്യാമ്പസ് കണ്ട ഏറ്റവും മനോഹരമായ, ആരെയും കൊതിപ്പിക്കുന്ന പ്രണയകഥയുടെ രാജാവും രാജ്ഞിയുമായി ശിവനും പാറുവും മാറി.